ഗുഡ് ഈവനിങ് ഡേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാത്തിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്നും നിഫ്റ്റി അതീവ വോളറ്റിലിറ്റി ആയിട്ട് മാർക്കറ്റിൽ തുടർന്നു. 22,750 എന്ന് പറയുന്ന സപ്പോർട്ട് ഈ ഒരു 2 മാസത്തിനിടക്ക് ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഇന്ന് അതേ റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുന്നത്. ആക്ച്വലി ഇന്ന് 22,750 താഴെ നിഫ്റ്റി പോയിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു ശക്തമായൊരു റിക്കവറി മാർക്കറ്റ് നടത്തി. നിഫ്റ്റി ഫ്ലാറ്റായ രീതിയിൽ -14 പോയിന്റിൻ്റെ ഒരു ഇടിവോട് കൂടിയിട്ട് ക്ലോസ് നടത്തി. ബാങ്ക് നിഫ്റ്റിയും മറ്റുള്ള എല്ലാ ഇൻഡെക്സും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഫിനാൻഷ്യൽ നിഫ്റ്റി മാത്രം സ്ലൈറ്റ്ലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഇന്ന് സാധിച്ചു. IT സെക്ടറിൽ നിന്ന് ഒരു ബൈയും കണ്ടു. ടെക്കം, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. മിഡ് ക്യാപ്പ് ഇൻഡെക്സും ഇന്നത്തെ ഡേ ലോയിൽ നിന്ന് 600 പോയിന്റിൻ്റെ ഒരു നല്ലൊരു റിക്കവറി ഇന്ന് നമുക്ക് കിട്ടി. NTPC, പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനീസാണ് മിഡ് ക്യാപ്പ് സെക്ടറുകളിൽ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ളത്. ഡിഫൻസ് സെക്ടർ അല്ലെങ്കിൽ ഡിഫൻസ് സ്റ്റോക്കുകൾ ഇന്ന് സെല്ലിംഗ് പ്രഷറിലായിരുന്നു. HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കമ്പനി, BL തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ 4-3% വീതം ഇടിവ് രേഖപ്പെടുത്തി. സെൻടെക് കമ്പനി ഇന്ന് വീണ്ടും ഫർദറായിട്ട് 10% ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 20% ഇടിവ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് ഏകദേശം ഒരു 28% ഇടിവ് രേഖപ്പെടുത്തി. സെൻകോ ഗോൾഡും സമാനമായ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് സെൻകോ ഗോൾഡ് 5% ഒരു ഗെയിൻ രേഖപ്പെടുത്തി. മോസ്റ്റ്ലി എല്ലാ ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവിലാണ് ക്ലോസ് നടത്തിയത്. ഇന്നലെ US മാർക്കറ്റ് അവധിയായതുകൊണ്ട് ഗ്ലോബലി അങ്ങനെ വലിയൊരു ഒരു അപ്പ് സൈഡോ ഡൗൺ സൈഡോ പോകുന്ന ഒരു ട്രെൻഡൊന്നും പൊതുവെ ഏഷ്യൻ മാർക്കറ്റിൽ കണ്ടില്ല. ഫ്ലാറ്റായ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അത്തരം വാർത്തകളെല്ലാം തന്നെ ശക്തി പ്രാപിക്കുന്നുണ്ട്. PM മോഡിയും ടെസ്ലയുടെ ചെയർമാനും എലൻ മസ്കൊക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ നടന്നു. അതിൻ്റെ ഭാഗമെന്നോണം ഇന്ന് ഇന്ത്യൻ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളിൽ സ്ലൈറ്റ്ലി സെല്ലിംഗ് പ്രഷർ കണ്ടു. മാരുതി ഒഴികെയുള്ള കമ്പനീസിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം ഈ ഒരു വീഡിയോയുടെ തമ്പനയിൽ അതായിരിക്കാം. FIs ഇന്ത്യൻ മാർക്കറ്റിൽ ഗംഭീരമായിട്ടുള്ളൊരു ബൈയിങ് കണ്ടു. 4,786 കോടി രൂപക്കാണ് FIs ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയിട്ടുള്ളത്. DISും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തി 3,072 കോടി രൂപക്ക് ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ FIs എനിക്ക് തോന്നുന്നു ജാനുവരി ഒരു ദിവസം മാത്രമാണ് അവർ ബൈ നടത്തിയത്. ഫെബ്രുവരിയിൽ ഒരു ദിവസം മാത്രമായിരുന്നു അവർ ബൈ നടത്തിയത്. പക്ഷേ അതിൻ്റെ വാല്യൂ വളരെ കുറവായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് FISൻ്റെ സ്വാഭാവികമായിട്ടുള്ള സെല്ലിങ് ചെയ്യുന്ന ആ ഒരു ഫിഗറിന് സമാനമായ രീതിയിലുള്ള ബൈയിങ് FIs ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു വർഷം, അതായത് 2 മാസം മാത്രം പിന്നിടുമ്പോൾ FIs ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 1,16,000 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തിയിട്ടുണ്ട്. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച പൊതുവെ വലിയ ഈവൻറ്റുകളൊന്നും ഇല്ലാത്ത ഒരാഴ്ചയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഈവൻറ്റ് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിമും വ്യാഴാഴ്ച ദിവസം 7 മണിക്ക് വരുന്നുണ്ട്. നാളെ യൂറോപ്യൻ മേഖലയിൽ നിന്ന് CPI ഇൻഫ്ലേഷൻ ഡേറ്റാസ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ കാണാം ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ്, ഡാക്സ് ജർമ്മൻ മാർക്കറ്റ്, CAC 40 ഫ്രാൻസ് മാർക്കറ്റ്, FTSE UK മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിലും അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലും, ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റായ രീതിയിലും, ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് ഗോൾഡ് $2,910 പെർ ഔൺസ് എന്ന നിലയിലും ഇപ്പോൾ ട്രേഡിങ് തുടരുന്നുണ്ട്. പൊതുവേ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഒരു ട്രംപിൻ്റെ ഒരു താരിഫ് ഒരു ഫിയറെല്ലാം തന്നെ ഡൈജസ്റ്റ് ചെയ്ത മട്ടാണ് US മാർക്കറ്റും യൂറോപ്പിനും മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റും എല്ലാം. ഇന്ത്യൻ മാർക്കറ്റ് ഒഴികെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് മറ്റുള്ള ഏഷ്യൻ, യൂറോപ്യൻ, US മാർക്കറ്റെല്ലാം തന്നെ ഓൾ ടൈം ഹൈ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഒരു 12%-ലേറെയൊക്കെ കറക്ഷൻ രേഖപ്പെടുത്തിയത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ NSEയിൽ ഏകദേശം 1000 കമ്പനീസിലെ ഏറെ ഓൾമോസ്റ്റ് ഒരു 30%-ലേറെ കറക്റ്റ് ചെയ്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ്. എല്ലാ ആളുകൾക്കും പൊതുവേ ബോധ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പ്രധാന ഒരു കമൻറ്റുകളെല്ലാം തന്നെ വരുന്നത് ഇത് നിർത്തി പോവണോ, അതായത് ട്രേഡിങ് നിർത്തി പോകണോ, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ആക്ടിവിറ്റി നിർത്തി പോകണോ? മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിർത്തിപ്പോയാലും നിർത്തിപ്പോയില്ലെങ്കിലും മാർക്കറ്റ് ഇവിടെ കാണും. ഇന്ത്യൻ മാർക്കറ്റ് BSE തന്നെ 1875കളിൽ സ്ഥാപിതമായ BSE ഏഷ്യയിൽ തന്നെ ഏറ്റവും പുരാതന എക്സ്ചേഞ്ചാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ എത്രയോ തലമുറ മുമ്പ് വരെ ഇവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഉണ്ടെങ്കിലും ട്രേഡിംഗ് ഇവിടെ നിലനിൽക്കും.
നമുക്കിതിൽ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുക, വ്യക്തമായിട്ട് പഠിക്കുക, മാർക്കറ്റിൻ്റെ സൈക്കിൾ ഇതാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ സ്വയം നമ്മളെ അല്ലെങ്കിൽ മാർക്കറ്റിനെ ബ്ലെയിം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കൂടുതൽ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുമെന്നല്ലാതെ ഒരു കാര്യമില്ല. കൂടുതൽ മാർക്കറ്റിൽ നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു സൈക്കിളും ഇതിൻ്റെ ഒരു പ്രവർത്തനവും ഇതിൻ്റെ ഫോളും റാലിയും എല്ലാം തന്നെ നമുക്കും ഡൈജസ്റ്റ് ആവും. ഉക്രൈൻ റഷ്യ വാറെല്ലാം തന്നെ 2 വർഷമായി, ഏറെയായി. ആ കാരണം കൊണ്ട് മാർക്കറ്റ് ഇടിയുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നമുക്കും ഇതുപോലെയുള്ള സൈക്കിളുകളെല്ലാം തന്നെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ്. അല്ലാതെ മാർക്കറ്റിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് വാങ്ങിച്ച സ്റ്റോക്കുകളെല്ലാം തന്നെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും എല്ലാ പണിയും നിർത്തിയിട്ട് ഇതിലേക്ക് വരില്ലേ? അപ്പോൾ ഇതിനും ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് റിയാലിറ്റി ഉൾക്കൊള്ളുക. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഈ സ്കാൽപ്പൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഫയേഴ്സ് നമുക്ക് നിഫ്റ്റിയുടെയൊക്കെ ചാർട്ട് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡും ഒക്കെ ആയിട്ട് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും അറ്റ് ദ മണി തന്നെ വരും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്കാൽപ്പ് ചെയ്യാം. സ്കാൽപ്പേഴ്സ് എല്ലാം തന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെയാണ് ട്രേഡിങ്ങിൽ തുടരുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഫയേഴ്സ് എന്ന് പറഞ്ഞ ആപ്പ് അല്ലെങ്കിൽ ബ്രോക്കർ വളരെയധികം കൺവീനിയൻ്റ് ആണ്. ഫയേഴ്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യം പെർസിസ്റ്റൻ്റ് സിസ്റ്റാണ് JP മോർഗൻ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ഈ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തു. ഈ സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്, ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. അബ്സല്യൂട്ട്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണുള്ളത്. ഇൻഫോസിസ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇൻഫോസിസ് ഒരു ലോങ് ടൈം കൊളാബറേഷൻ ലുത്തിയാന ഗ്രൂപ്പ് ഒരു ഏവിയേഷൻ സിസ്റ്റം കമ്പനിയായിട്ട് ഇവർ സൈൻ ചെയ്തു. ഗോൾഡീം ഇൻ്റർനാഷണൽ കമ്പനി ജ്വല്ലറി ഡയമണ്ട് കമ്പനിയാണ്. ഇവർ US ഇവരുടെ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ന്യൂസ്. എക്സാവെയർ IPO നാളെ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. റിലയൻസ് ഇൻഡസ്ട്രീസ് 10 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ PLA ഇനീഷ്യേറ്റീവ് പ്രൊജക്റ്റ്, റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. സാഗൽ പ്രീപെയ്ഡ് കമ്പനി റെഡിങ്ടൺ ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. കോൺകോർ കമ്പനി ഇവർക്ക് 689 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പുറവൻകര കമ്പനി ശോഭ പുറവൻകര ഏവിയേഷൻ്റെ 39% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ടൈറ്റാൻ ഗ്രൂപ്പ് ഡമാസ് എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം. ഡമാസ് UAEയിൽ ഖത്തറിലും എല്ലാം തന്നെ UAEയിലെ മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ജ്വല്ലറി സെഗ്മെൻറ്റുള്ള കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ 39% സ്റ്റേക്ക്, ഓൾമോസ്റ്റ് 4500 കോടി രൂപ പുറത്തു വരുന്ന സ്റ്റേക്ക് ടൈറ്റാൻ ഏറ്റെടുത്തേക്കാം എന്നുള്ള ന്യൂസുകൾ മാർക്കറ്റിലുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ള കറൻ്റ്ലി ഉള്ള ന്യൂസുകൾ. നാളെ രാവിലെ 7:00 മറ്റ് പുതിയ സ്റ്റോക്കുകളുടെ വാർത്തകളായിട്ട് നമ്മളെത്താം. നമ്മുടെ ചാനൽ നിങ്ങളെല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.